ബംഗ്ലാദേശിലെ ചിറ്റോങ്ങിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ശക്തമായ ഇടപെടലുമായി ഇന്ത്യ. ഒപ്പം തിരശ്ശീലയ്ക്ക് പിന്നിൽ നിർണായക നീക്കങ്ങളുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും രംഗത്ത്. ചണ്ഡീഗഡ് സ്വദേശിയും ചിറ്റോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിലെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറുമായ 38-കാരൻ നരേൻ ദറനെയാണ് ചൊവ്വാഴ്ച രാവിലെ ഹൈക്കമ്മീഷൻ പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിസ സെന്റർ കെട്ടിടത്തിലെ ബാത്റൂമിന് സമീപമായിരുന്നു ഭൗതിക ശരീരം. പ്രാഥമികമായി ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ബംഗ്ലാദേശ് പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും വിദേശ മണ്ണിൽ ഒരു ഭാരതീയ ഉദ്യോഗസ്ഥൻ്റെ ജീവൻ പൊലിഞ്ഞതിനെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ വീക്ഷിക്കുന്നത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയോ ബാഹ്യ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കർശനമായ അന്വേഷണമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര പ്രോട്ടോക്കോളുകൾ പാലിച്ച് 100% സുതാര്യമായി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കാൻ ചിറ്റോങ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഇന്ത്യ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാതൃരാജ്യത്തെ സേവിക്കുന്നതിനിടയിൽ ജീവൻ വെടിഞ്ഞ നരേന്ദ്രൻ്റെ കുടുംബത്തിന് എല്ലാവിധ നിയമ സുരക്ഷാ പിന്തുണയും വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം ഉറപ്പാക്കിയിട്ടുണ്ട്. ഭൗതിക ശരീരം എത്രയും വേഗം ജന്മനാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഈ നയതന്ത്ര പ്രതിസന്ധിയിൽ പരസ്യമായ പ്രസ്താവനകൾക്ക് മുതിരാതെ ശക്തമായ സുരക്ഷാ നീക്കങ്ങൾക്കാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിലെയും ഇൻ്റലിജൻസ് ഏജൻസികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം അടിയന്തര സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തി കഴിഞ്ഞു. അയൽ രാജ്യങ്ങളിലെ വിദേശ ശക്തികളുടെ സാന്നിധ്യവും ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ഡോവൽ നിർദ്ദേശം നൽകി കഴിഞ്ഞതായിട്ടാണ് സൂചനകൾ വരുന്നത്. അന്വേഷണത്തിൽ യാതൊരു ഒളിച്ചുകളിയും അനുവദിക്കില്ല എന്ന കർശനമായ സന്ദേശമാണ് ഡോവൽ സിദ്ധാന്തം അനുസരിച്ച് ഭാരതം ധാക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ എല്ലാ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഇതിനകം കർശനമാക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഓരോ ഭാരതീയൻ്റെയും പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികളുടെയും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് പുതിയ ഭാരതം തെളിയിക്കുകയാണ്. ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരാൻ ബംഗ്ലാദേശ് സർക്കാരിനുമേൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അന്തിമ വിവരങ്ങൾക്കായി രാജ്യം കാത്തിരിക്കുകയാണ്.